പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മേൽ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നീതി കിട്ടിയെന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നത് ഒരു വാസ്തവമല്ല. അതിപ്പോൾ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുമ്പോൾ പോലും അതേ കേന്ദ്രം ഭരിക്കുന്ന BJP തന്നെയാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ വശം അതിനില്ലേ? ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല. തീർച്ചയായും ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ മോചനവും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൂ. ഈ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഒരു പോസ്റ്ററുണ്ട്. BJP ഛത്തീസ്ഗഡ് കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ഇറക്കിയതാണ്. അത് സിസ്റ്റർമാരെ ഈ ആദിവാസി പെൺകുട്ടിയെ കയറുകൊണ്ട് ബന്ധിച്ചതും മറുവശത്ത് പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇരിക്കുന്ന അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു പോസ്റ്ററാണ്. ഇതെല്ലാം ശ്രദ്ധയപ്പെട്ടിരുന്നോ? അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ട്? എന്താണ് ഇതിലൊക്കെ സഭയുടെ നിലപാട്? ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെല്ലാം പോസ്റ്ററുകൾ ആരെയെല്ലാം കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്, അത് അവരുടെ ഔദ്യോഗിക പോസ്റ്ററാണോ? നമുക്കതേക്കുറിച്ച് അറിഞ്ഞുകൂടാ. അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സഭയുടെ നിലപാട് ഛത്തീസ്ഗഡിലെ BJPക്കെതിരെയും കേന്ദ്ര തലത്തിലുള്ള BJPക്ക് അനുകൂലവുമായിട്ടാണ്. അപ്രകാരം ആർക്കെങ്കിലും എതിരും അനുകൂലവും എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായി കാണുന്നത് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അനുകൂലമായ കാര്യമായി ഞങ്ങൾ കരുതുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ, പള്ളികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. BJP വന്നതിന് ശേഷമാണ് അത് കൂടുതൽ വർദ്ധിച്ചത്. എന്തുകൊണ്ടാണ് ഈ സഭ ഈ BJPയെ പറയാൻ മടിക്കുന്നത് എന്നാണ് ശരി? BJPയെ പറയാൻ ഞങ്ങൾ ആരും മടിക്കുന്നില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളാരും അതിനെക്കുറിച്ച് മടിക്കുന്നില്ല. ഒരു തൂമ്പായെ തൂമ്പായെന്ന് തന്നെ ഞങ്ങൾ എക്കാലവും വിളിക്കും, തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല. ആ നിലപാടുള്ളവരത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ആ ഒരു നിലപാടില്ല. ഈ സംഘപരിവാറാണ് ഇതിന് പിന്നിലെന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതേ സംവിധാനം തന്നെയല്ല കേന്ദ്ര സർക്കാർ. ഒരു തെറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ഏതെങ്കിലും സമയത്ത് നീതി നേടിക്കൊടുക്കുക, അതിന് നിങ്ങൾ വീണ്ടും പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? മുറിവുണക്കാനായിട്ട് മുറിവുണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെയല്ലേ? തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ കാണിക്കുന്ന ആർജവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇത്തരം സംഭവങ്ങളും സഭയുടെ ഭാഗത്തെ പ്രതികരണങ്ങളും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദപ്പെട്ടവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ ഇനിയും ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ സംഭവങ്ങളും അതോടനുബന്ധിച്ച് രൂപപ്പെട്ടു വന്ന ദേശീയ തലത്തിലെ പ്രതിഷേധങ്ങളും നിമിത്തമാകും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രത്യാശ. ഇതോടുകൂടി എല്ലാ പ്രതിഷേധവും എല്ലാം അവസാനിപ്പിക്കുകയാണ്, ഒന്നുമില്ലേ? ഈ വിഷയത്തിൽ അവരുടെ ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അതേസമയം ആ കേസ് ശരിയായ ദിശയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിൽ സിസ്റ്റേഴ്സിന് നീതി കിട്ടുന്നുണ്ട് എന്നുറപ്പ് വരുത്താൻ പോരുന്ന നിയമപരമായ നടപടികൾ തീർച്ചയായും സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആരാണ് ശരിക്കും ഈ ആക്രമണത്തിലും ഈ നിയമവാഴ്ചക്കെല്ലാം ഉത്തരവാദി? ഇനിയെങ്കിലും അത് ആരാണ് എന്ന കാര്യത്തിൽ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും? സ്പെസിഫൈ ചെയ്ത് പറയാവുന്നത്
ഈ പല സംസ്ഥാനങ്ങളിലും രൂപീകരിച്ചിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമമുണ്ട്. ഈ നിയമത്തിലെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ആശയത്തെ അതാരാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ആൾക്കൂട്ടം അത് വ്യാഖ്യാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ പ്രതിസന്ധിക്ക് വിശാലമായ അർത്ഥത്തിലുള്ള ചർച്ചകളും പരിഹാരങ്ങളും ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഭരണകക്ഷിയെയോ ഭരണ നേതാവിനെയോ മാത്രമല്ല, സമൂഹം ഒന്നടങ്കം ജാഗ്രത പുലർത്തേണ്ട ഒരാവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇതിൽ ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ കേന്ദ്രം ആർജവം കാണിച്ചെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ആർജവം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.